ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ധാരാളം വിവാദങ്ങൾ നടക്കുകയാണ്. അത് സംബന്ധിച്ച് ധാരാളം കേസുകളും സുപ്രീം കോടതിയുടെ മുമ്പാകെയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയം? നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിനുള്ള ഭരണഘടനാ പ്രൊവിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നിർവഹിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്റെ ഒരു മാഗ്നാ കാർട്ട എന്ന രീതിയിൽ തന്നെ ഒരു പൗരനുള്ള അവകാശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിൽ അല്ലെങ്കിൽ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 25 മുതൽ 30 വരെയുള്ള അനുച്ഛേദങ്ങളിൽ ആണ് ഈ ഒരു വ്യക്തിയുടെ ഇന്ത്യ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് 25-ൽ നമുക്ക് ഫ്രീഡം ഓഫ് ചൂസിങ് റിലീജിയൻ അതിൽ തുടങ്ങിയിട്ട് അങ്ങനെ വരുമ്പോൾ 26-ലാണ് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 26 അഥവാ അനുച്ഛേദം 26, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 26-ലാണ് നമുക്ക് മതസ്ഥാപനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 26 അനുസരിച്ചിട്ട് നമുക്ക് ഈ ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് മതസ്ഥാപനങ്ങൾ നടത്തുവാനും ഉള്ള സ്വാതന്ത്ര്യവും ഈ 26 പ്രകാരം ലഭിക്കുന്നുണ്ട്. അതിൽ 2-3 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അത് ദേശീയ ആരോഗ്യം, ദേശീയ താല്പര്യം, ഇത്തരം വിഷയങ്ങൾക്ക് എതിരാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൗരാവകാശങ്ങൾക്ക് എതിരാവരുത്. ആ രീതിയിൽ നമുക്ക് എല്ലാ മതവിഭാഗങ്ങൾക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശമുണ്ട്. ആ സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകളും അതുപോലെ വഖഫ് ബോർഡുകളും അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥാപനങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള അധികാരം ആർട്ടിക്കിൾ 26 അനുസരിച്ചിട്ട് ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇപ്പോ വന്നിരിക്കുന്ന വഖഫ് ഭേദഗതി, യഥാർത്ഥത്തിൽ വഖഫ് നിയമം 1954-ലാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. അതായത് വിവിധ മുസ്ലിം ട്രസ്റ്റുകളുടെ കീഴിൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ആശുപത്രികൾക്കോ അല്ലെങ്കിൽ പള്ളികൾക്കോ ഒക്കെ വേണ്ടിയിട്ട് വ്യക്തികൾക്ക് അവരുടെ സ്വത്ത് ദാനം ചെയ്യുവാനും അതൊരു വഖഫായിട്ട് സൂക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. അതനുസരിച്ചിട്ട് ഒരു ട്രസ്റ്റിയുടെ കീഴിലാണ് ഇത് വരുന്നത്. മുത്തവല്ലി എന്ന് പറയുന്ന ട്രസ്റ്റിയുടെ കീഴിലാണ് വഖഫിന്റെ സ്ഥാപനങ്ങൾ വരുന്നത്. അപ്പോൾ 54-ലെ ആക്ട് പിന്നീട് 95-ൽ കൂടുതൽ ഒന്ന് ശാക്തീകരിക്കേണ്ടായി. 95-ലെ ആക്ട് വരുമ്പോഴേക്ക് പലപ്പോഴും ഈ സ്വത്തുക്കളെല്ലാം തന്നെ കൈവിട്ടു പോകുന്നൊരവസ്ഥയും അതുപോലെ മുത്തവല്ലികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ട് 95-ലെ ആക്ട് അനുസരിച്ചിട്ട് വഖഫ് ട്രിബ്യൂണലുകൾ വന്നു. അതുപോലെ ട്രിബ്യൂണലിന്റെ അധികാരം കൂടുതൽ ശക്തമായി. അതുപോലെ ഈ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയാണ് ഈ 95-ലെ ആക്ട് വന്നത്. ഇപ്പോൾ 95-ലെ ആക്ടിലെ വീണ്ടും അമെൻഡ് ചെയ്തുകൊണ്ടാണ്, ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 2025-ലെ ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ആക്ടിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുള്ളതും സുപ്രീം കോടതി തന്നെ പല ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇത്രയധികം പ്രതിഷേധം ഈ 2025-ലെ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് ഉണ്ടാവാനുള്ള കാരണം? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എല്ലാ മതസ്ഥാപനങ്ങളുടെയും ഭരണം നിർവഹിക്കുന്നത് അതാത് മതത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ മതസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭരണം നിർവഹിക്കുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡുകളുടെ അല്ലെങ്കിൽ
ഇത്തരം മുസ്ലിം സ്ഥാപനങ്ങളുടെ ഭരണം നിർവഹിച്ചിരുന്നത് അതാത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അതിനകത്ത് ഭരണം നിർവഹിച്ചിരുന്നത്. ഇപ്പോൾ ഈ പുതിയ നിയമത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ വഖഫ് ബോർഡുകളിലെ ഭരണത്തിൽ മറ്റു മതസ്ഥരെ കൂടി, അന്യമതസ്ഥരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ കൃത്യമായിട്ട് ചോദിച്ചു, ഇങ്ങനെ മറ്റ് മതങ്ങളിലെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി സോഴ്സിൽ പറയാൻ സാധിച്ചില്ല. അപ്പോൾ ഈ തരത്തിലുള്ള നിയമഭേദഗതികൾ വരുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ബോർഡുകളെ ശക്തിപ്പെടുത്തുവാനാണോ, അതോ അതിൻ്റെ സത്ത നശിപ്പിച്ചുകൊണ്ട് അത് വലിയൊരു പ്രശ്നങ്ങളിലേക്കും കേസുകളിലേക്കും ഒക്കെ തള്ളിവിടാനാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തിനാണ് ഇത്തരത്തിൽ മറ്റു മതസ്ഥരെ വഖഫ് ബോർഡുകളിലേക്ക് ഉൾപ്പെടുത്തുന്നത്? അങ്ങനെ മറ്റു മതസ്ഥരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചർച്ചുകളുടെ അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലും അത്തരത്തിലുള്ള മറ്റു സമുദായങ്ങളുടെ ബോർഡുകളിലേക്കും ഇതുപോലെ ഇതര സമുദായക്കാരെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു പ്രയോജനം ലഭിക്കുന്നത്? അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉളവാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതേസമയം തന്നെ ഈ വഖഫ് നിയമ ഭേദഗതികളിലൂടെ ഇപ്പോൾ കേരളത്തിൽ ഉള്ള മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കുമെന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ നിയമത്തിന് യാതൊരു തരത്തിലുള്ള മുൻകാല പ്രാബല്യവും നൽകിയിട്ടില്ല. 25 നിയമത്തിന് മുൻകാല പ്രാബല്യം ഒന്നും തന്നെ നൽകാത്തിടത്തോളം കാലം മുൻകാലങ്ങളിൽ നടന്ന കാര്യങ്ങളിൽ ഇടപെടാൻ ആ നിയമത്തിന് സാധ്യമല്ല. അപ്പോൾ ഇന്നലെ വലിയ തമാശയായിട്ട് പറയുന്ന കേട്ടു, ചില ആളുകൾ ചാനലിലൂടെ ഒക്കെ പറയുന്ന കേട്ടു, അത് റൂൾസ് വരുമ്പോൾ കൊണ്ടുവരും, ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് കൊണ്ടുവരുമെന്നവരൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നത് കേട്ടു. ആ പറഞ്ഞ ആളുകൾക്ക് നിയമത്തെക്കുറിച്ച് യാതൊരുവിധ ധാരണയില്ല. കാരണം ആക്റ്റിൽ പറയാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് റൂൾ കൊണ്ടുവരുന്നത്? നിയമത്തിലില്ലാത്തൊരു കാര്യത്തിന് റൂൾ കൊണ്ടുവരാൻ സാധ്യമല്ല. നിയമത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത്. നിയമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഏത് രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ചട്ടങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിയമത്തിൽ പറയാത്ത ഒരു കാര്യം നമുക്ക് ചട്ടത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് ഏത് ആളുകൾക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഈ നിയമങ്ങളിപ്പോൾ സുപ്രീം കോടതി ഇതിനൊരു ഇടക്കാല വിധി പുറപ്പെടുവിക്കാതിരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം താൽക്കാലികമായിട്ട് നടപ്പാക്കുന്നില്ല. അത് കേൾക്കുന്ന അടുത്ത ഇതിന് ശേഷം മാത്രമേ, ഹിയറിങ്ങിന് ശേഷം മാത്രമേ നടപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഹിയറിംഗ് വരുമ്പോഴും ഇത്തരത്തിൽ ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ നിയമത്തിലുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതി അതിനെ പരിഗണിക്കുവാൻ, ആ നിയമത്തെ പരിഗണിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഇത്തരത്തിൽ ആർട്ടിക്കിൾ 26 വിരുദ്ധമായ രീതിയിൽ ഒരു നിയമമായിട്ടാണ് ഈ വഖഫ് ഭേദഗതി നിയമം വന്നിരിക്കുന്നത്. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്നതിനാൽ അത് ഒരു കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് സുപ്രീം കോടതി വിധേയമാക്കുമെന്നും അതിൽ നിന്ന് കൃത്യമായ നിയമവശങ്ങൾ ഉരുത്തിരിയുമെന്നും അത് തീർച്ചയായും എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതായിരിക്കുമെന്നും നമുക്ക്